യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ആരംഭമായി നമുക്ക് അപ്പോസ്തലനായ കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം കൊലോസ്യൻസ് 1:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. കൊലോസ്യൻസ് 1:20 മുതൽ 23 വരെയുള്ള വാക്യം, 3 വാക്യം വായിച്ചാൽ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി. മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ക്രൂശിൽ നടന്ന പ്രവൃത്തി എന്താണെന്ന് ഈ പറയുന്നത്? അശുദ്ധരായവരെ വിശുദ്ധരാക്കുന്നതിന് വേണ്ടി, ശുദ്ധീകരണം നടക്കുന്നതിന് വേണ്ടി, ഇനിയും ഒരു തെറ്റ്, ഒരു കുറവ് നിങ്ങളെ ചൂണ്ടി പറയാത്ത തലത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിങ്ങൾ നിൽക്കേണ്ടതിന് ക്രൂശിൽ രക്തം ചൊരിയും, ക്രൂശിൽ നിരപ്പിന്റെ ശുശ്രൂഷ നടന്നു. 23 വരെ വായിച്ചു. ആകാശത്തിന് കീഴിലെ സകല സൃഷ്ടികളുടെയും ഇടയിൽ പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട്. എങ്ങനെ നിലനിൽക്കുന്നത്? വിശ്വാസത്തിൽ നിലകൊള്ളുക, സ്ഥിരതയുള്ളവരായി മാറുക. കേട്ടതിനനുസരിച്ച്. എന്താ കേട്ടത്? മുമ്പേ ദുഷ്പ്രവർത്തിക്കാരായിരുന്ന നമ്മൾ, അല്ലെ, നമ്മുടെ പാപത്തെ, ശാപത്തെ, രോഗത്തെ കാൽവരി കൊലക്കളത്തിൽ ഒരുവൻ ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി പിതാവിന്റെ സന്നദ്ധിയിൽ കുറ്റമില്ലാത്തവരായി നിൽക്കേണ്ടതിന്. ആ കേട്ട വചനത്തിൽ വിശ്വാസാടിസ്ഥാനത്തിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായി നിൽക്കേണ്ടത് ആവശ്യമാകും. സ്ഥിരത എന്ന വിഷയം വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. സമയത്തിന്റെ പരിമിതി മുഖാന്തരം അതിലേക്ക് ഞാൻ ദീർഘമായി കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥിരതയുള്ളവരായി മാറും. പലപ്പോഴും പല മണ്ഡലങ്ങളിൽ പരാജയം സംഭവിക്കുന്നതിന്റെ വിഷയം അസ്ഥിരതയില്ലായ്മയാണ്. സ്ഥിരതയില്ലാത്ത അവസ്ഥ, സ്ഥിരത ഉണ്ടാകാത്ത തലം, സ്ഥിരത. അതിന് ഈക്വലായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ ബോൾഡ് ആയിരിക്കും. ഇവിടെ എന്തിനാണ് ബോൾഡ്നെസ് ഉണ്ടാകേണ്ടത്? സ്ഥിരത ഉണ്ടാകേണ്ടതാണ്. കേട്ട വചനത്തിൽ, വചനമാകുന്ന യേശു ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ നിങ്ങൾ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായി മാറുകയും. ഈ ആഹ്വാനം ആരുടെയാണ്? അപ്പോസ്തലനായ പൗലോസ്. അതിന്റെ തന്നെ 26 മുതൽ 29 വരെയുള്ള വാക്കുകൾ വായിക്കട്ടെ. 26 മുതൽ 29 വരെ. പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? കർത്താവിന്റെ വിശുദ്ധന്മാർക്ക്. എന്ന് പറഞ്ഞാൽ ആ രക്തം കൊണ്ട് എനിക്ക് വിടുതലുണ്ടായെന്ന വിശ്വാസത്തിൽ പൂർണ്ണ സ്ഥിരതയോടെ നിൽക്കുന്നവർക്ക് വെളിപ്പെട്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടിയോ? യേശു കർത്താവിന്റെ രക്തം മുഖാന്തരം ഞാൻ നിലനിൽക്കുന്നു എന്ന ആ ബോധ്യത്തിൽ പൂർണ്ണ സ്ഥിരതയോടെ വിശ്വാസത്തിൽ ചലിക്കുന്നവർ, ആ വിശുദ്ധന്മാർക്ക് ഇത് വെളിപ്പെട്ടിരിക്കുന്നു. എന്ത്? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്നിരുന്ന മർമ്മം വെളിപ്പെട്ടിരിക്കുന്നു. വായിച്ചു. ഈ മർമ്മം, ജാതികളുടെ ഈ മർമ്മം, മർമ്മത്തിന്റെ മഹിമാതനം ഇന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ
എന്നുള്ളത് തന്നെ അല്ലേ? എന്താ? മഹത്വത്തിന്റെ പ്രത്യാശയുടെ ഉറവിടമായ ക്രിസ്തു. ദൈവത്തെ തേടി ഞാൻ അലഞ്ഞു അല്ലേ? പഴയൊരു പാട്ട് അല്ലേ? അവിടെയുമില്ല ഇവിടെയുമില്ല. എവിടെ അവനിരിക്കുന്നത്? എന്റെ അകത്ത്. ഹല്ലേലൂയ. ആ വിഷയം പ്രസംഗിക്കുവാൻ, പഠിപ്പിക്കുവാൻ പൗലോസിനെ ചൊല്ലി ദൈവത്തിന് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം വിശുദ്ധ സഭയുടെ മുൻപാകെ പൗലോസ് പ്രസ്താവിക്കുക. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ മർമ്മം ഞാൻ എന്ത് ചെയ്യാണ്? ജാതികളോട് പോയി പറയാൻ പറയുക. എന്താ മർമ്മം? മഹത്വത്തിന്റെ പ്രത്യാശയുടെ ഉറവിടമായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കി കർത്താവിനെ ശക്തിയോടെ ശ്രദ്ധിച്ചാൽ 29 വരെ വായിച്ചു. കേട്ടോ, ഞങ്ങളുടെ സുവിശേഷ വേലയുടെ അല്ലെങ്കിൽ ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്താണ്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്താ? പ്രബോധനം, ഉപദേശം. ഹല്ലേലൂയ. എന്താ വിഷയം? ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്ന വിഷയം. ഹല്ലേലൂയ. നമ്മൾക്ക് അറിയാവുന്നൊരു വാക്യമുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ഏതൊക്കെയും ജീവനും ഭക്തിക്കും വേണ്ടി സകലതും ഉളവാകും. പക്ഷേ പ്രാർത്ഥനകളെല്ലാം ഉയരുന്നതും ദൈവനാമത്തിൽ നിൽക്കുന്നവരോടൊക്കെ അവർ പറയും, അവരെ ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ എവിടാ? ഈ ജീവനും ഭക്തിയുടെ വിഷയത്തിൽ. എന്നാൽ കർത്താവ് പറയാൻ, നിങ്ങൾ ആദ്യം എന്നെ നോക്കുക. ആ രാജ്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുകയും കാൽവരി കൊലക്കളത്തിൽ എന്താണോ നടന്നത് അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സ്ഥിരതയുള്ളവരായി നിങ്ങൾ നിൽക്കുക. അങ്ങനെ നിന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ എന്റെ ദൈവമേ എന്നെ കാണുന്നില്ലയോ എന്ന് നിലവിളിക്കാതെ തന്നെ നിന്റെ വിഷയങ്ങൾക്ക് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായ ഒരു ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതേ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ വിഷയം, നിന്റെ സാമ്പത്തിക വിഷയം, അല്ലെങ്കിൽ നിന്റെ ജീവന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം, നിന്നെ ആത്മീയതയിൽ ബലപ്പെടുത്തേണ്ട വിഷയം, ഇതെല്ലാം എന്റെ തമ്പുരാൻ വേണ്ടുന്ന രീതിയിൽ ചന്തവും ഉചിതവുമായി ചെയ്തെടുക്കും. നീ എങ്ങനെ ഇരിക്കണം? സ്ഥിരതയോടെ കേട്ടതിനനുസരിച്ച് ചലിച്ചാൽ മതി. ഹല്ലേലൂയ. ആ വാക്യം പൂർണ്ണമായി വായിച്ചാണ്. അതിനാൽ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി പൗലോസ് പറയാ, അതിനാൽ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന യേശു കർത്താവിന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട്. കേട്ടോ, ഇതാ പോരാട്ടം. അല്ലെങ്കിൽ ആ വ്യക്തിയോട്, ഈ വ്യക്തിയോട് നോ, വാഴ്ചകളും അധികാരങ്ങളും ദുഷ്ടാത്മ ശക്തികളോടും അല്ല നിന്റെ പോരാട്ടം. ആണോ? പിന്നെന്തിനോടാണ്? ജഡിക വിഷയങ്ങളോടല്ല നിങ്ങളുടെ പോരാട്ടമുള്ളത്. ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തിയോട്, വാഴ്ചകളോട് അല്ലേ? അതാണ് വാഴ്ച അധികാരവും. ഈ പ്രപഞ്ചത്തിൽ എന്റെ തൊട്ട് സമീപസ്ഥനായിരിക്കുന്ന വ്യക്തിയോ എന്റെ സുഹൃത്തോ എന്റെ കൂട്ടുകാരനോ ഒന്നുമല്ല. പിന്നെ എന്നെയും നിന്നെയും ഒക്കെ തെറ്റിന്റെ പാതയിലൂടെ ചലിപ്പിക്കാൻ ശക്തിയുള്ളൊരു മണ്ഡലമുണ്ട്. എന്നെയും നിന്നെയും ഒക്കെ അരുതാത്ത മേഖലയിലൂടെ ചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയോടത്രേ നിന്റെ ചിന്താമണ്ഡലത്തിൽ വിശ്വാസത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്ന വിഷയങ്ങളോടത്രേ എനിക്ക് പോരാട്ടമുള്ളത്. ഒരു വിശ്വാസത്തിൽ, ഒരു ഡോക്ടറിൽ ഒരു വ്യക്തിയെ ഉറപ്പിക്കുന്ന വിഷയം, സഭയെ ഉറപ്പിക്കുന്ന വിഷയത്തിൽ അതിനകത്ത് പൗലോസ് വലിയൊരു പോരാട്ടം നേരിടുകയാണ്. കാരണം ഒരു ഡോക്ടറിനകത്തോട്ട് ചെന്നെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? സ്ഥിരതയോടെ നിൽക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആ വാക്യം പൂർണ്ണമായി വിശ്വസിക്കുന്നു. എബ്രായർ 5-ാം അധ്യായം 13-14. എബ്രായർ 5-13-14 വായിച്ചാണ്. പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ
അവർ നീതിയുടെ വചനത്തിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ശിശുക്കളാണെങ്കിൽ നിങ്ങൾ എന്തോ കുടിക്കണ്ടേ? ശിശുക്കൾ എന്തോ കുടിക്കണ്ടേ? പാല്. കട്ടിയുള്ള ആഹാരം കഴിക്കാൻ ഞങ്ങൾക്ക് സമയമല്ലേ? വർഷങ്ങളായിട്ട് ഇപ്പോഴും എവിടെ ഇരിക്കുക? ശിശുവായിട്ടിരിക്കുക. ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാളിലും ഒട്ടും വിശേഷതയില്ലെന്ന വചനം പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പം ശിശുവിന് പ്രത്യേകം എന്താ? പാല് കുടിയ. കട്ടിയുള്ള ആഹാരത്തിലേക്ക് കടക്കുന്നില്ല. കട്ടിയുള്ള ആഹാരം കേൾക്കുമ്പോഴേ പാടാ, അത് ഇങ്ങോട്ട് എടുക്കുന്നില്ല. കാരണം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ശിശുവായിട്ടിരുന്നോളാം. പാല് കുടിച്ചിരിക്കുന്നിടത്തോളം കാലം നീതിയുടെ അകട്ടോ നീതിയുടെ വചനത്തിനകത്ത് പരിജ്ഞാനം ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞല്ലോ. നീതിയുടെ വചനത്തിനകത്ത് പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ പാലുകുടിയിൽ നിന്നും അടുത്ത തലത്തിലേക്ക് മാറും. അതാ മുമ്പേ വായിച്ചത്. എന്ത് ചെയ്യണം? മാച്യൂരിറ്റി ഉണ്ടാകണം. ആത്മമണ്ഡലത്തിൽ വളർച്ച ഉണ്ടാകണം. ജ്ഞാനബോധത്തിൽ അല്ലെങ്കിൽ ജ്ഞാനമേഖലയിൽ എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന പരിജ്ഞാനത്തിന്റെ തികവുണ്ടാകണം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ശിശു അത്രേ. കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ. എന്താ? ഒന്നുകൂടെ. നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ ഒന്നുകൂടെ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയജയമുള്ളവരായി പ്രായം കേട്ടോ? അല്ല, പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളത് എന്ന് പറഞ്ഞാൽ, അയ്യോ എന്റെ മുടിയെല്ലാം നനച്ച്, താടിയെല്ലാം നനച്ച്, മീശയെല്ലാം നനച്ച് വടിമുക്കി നടക്കുന്ന കാലത്ത് തികവുണ്ടാകുന്നതാണോ അതിന്റെ അർത്ഥം? അല്ല. ആ പ്രായത്തിലെത്തിയാലും പാല് കുടിച്ചുകൊണ്ടിരുന്ന ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ ശിശുക്കളായിട്ട് തന്നെ ആയിരിക്കും മരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിജ്ഞാനത്തിന്റെ തികവിൽ സ്ഥിരതയോടെ നിന്നാൽ, എന്നെ വിളിച്ച വിളി എന്താണെന്ന ബോധ്യത്തിൽ നിന്നാൽ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ് സ്ഥിരതയോടെ ചലിച്ചാൽ, ഹല്ലേലൂയ, അവിടെ എന്ത് ചെയ്യാണ്? ഇന്ദ്രിയജയം ഉള്ളവരായി, തഴക്കമുള്ളവരായി, ഹല്ലേലൂയ, ഇന്ദ്രിയജയമുള്ളവരായി, ഹല്ലേലൂയ, തഴക്കം വന്നവരായി, ഇരുത്തമുള്ളവരായി, മച്യൂരിറ്റി ഉള്ളവരായി മാറ്റപ്പെടുകയാണ്. ആത്മമണ്ഡലത്തിന് വളർച്ചയുണ്ടായി. ആത്മമണ്ഡലത്തിൽ എന്തുണ്ടായി? വളർച്ച സംഭവിച്ചു. ആ വാക്യം പൂർണ്ണമായല്ലോ. എഫേസ്യൻസ് 4:11-15 ഈ ആത്മമണ്ഡലത്തിലെ വളർച്ചയുടെ വിഷയങ്ങളല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വായിക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ശുശ്രൂഷകൾ? ഹല്ലേലൂയ. ചില പറഞ്ഞില്ലേ, എനിക്ക് നല്ല ശക്തനായ ഒരു ശുശ്രൂഷകനാണെന്ന് ആഗ്രഹം. സ്ഥിരതയായോ? ബോൾഡ്നെസ് ഉണ്ടോ? ഒരു പ്രതികൂല കാറ്റടിച്ചാൽ നീ നിൽക്കുവോ? തിര കണ്ടാ നിൽക്കുവോ? ഓക്കെ. എഫേസ്യൻസ് 4:11-15 വരെ വായിച്ചാൽ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ഒന്ന് അപ്പോസ്തലൻ, രണ്ട് പ്രവാചകൻ, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. 5-fold മിനിസ്ട്രി. കേട്ടോ? എവിടെ ഉണ്ടാകുന്നത്? തഴക്കം ചെന്നവരിൽ സ്ഥിരതയോടെ നിൽക്കുന്നവരുടെ മേൽ. ഹല്ലേലൂയ. സ്ഥിരതയോടെ നിൽക്കുന്നവരുടെ മേൽ, തഴക്കം ചെന്നവരിൽ ഇന്ദ്രിയജയം ഉണ്ടാകുന്നവരുടെ മേൽ ദൈവം തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്ന 5-fold മിനിസ്ട്രിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ? ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, ടീച്ചേഴ്സായി, ചിലരെ ഇടയന്മാരായി. മനസ്സിലാക്കിയ കർത്താവിനെ ശക്തിയോടെ സൂചിച്ചാണ്. ബാക്കി വായിച്ചു. 15 വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ. കേട്ടോ? ഒന്നുകൂടെ വായിച്ചേ.
അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും കേട്ടോ. ആരെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലാ ശുശ്രൂഷ പോകണ്ടേ? ആരെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലാ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും കേട്ടോ. അങ്ങനെ നാം ഇനി നമ്മളെ വിളിച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. വായിച്ചു കംപ്ലീറ്റ് ആയോ? എത്രാമത്തെ വാക്യം വായിച്ചു? 15. ക്രിസ്തു എന്ന തലയോളം വളരുക. കേൾക്കേണ്ടതും പറയേണ്ടതും വിശ്വസിക്കേണ്ടതുമായ വിഷയം അവസാനതുള്ളി രക്തം വരെ ഊറ്റിത്തന്ന യേശു ക്രിസ്തുവിന്റെ വചനം. ആ വചനത്തിൽ പൂർണ്ണ സ്ഥിരതയുള്ളവരായി നിങ്ങൾ മാറണം. പൂർണ്ണ സ്ഥിരതയുള്ളവരായി മാറി വിശ്വാസത്തിൽ ബലത്തോടെ ഇന്ദ്രിയജയത്തോടെ നിങ്ങൾ തഴക്കം ചെന്ന അഭ്യാസികളായി നിങ്ങൾ മാറ്റപ്പെടുന്നു. ആത്മമണ്ഡലത്തിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പൂർണ്ണത നിങ്ങളിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. കാറ്റിനാൽ അലയുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെ മാറ്റുവാൻ പിശാചിന് കഴിയില്ല. കാരണം നിങ്ങൾ ബോൾഡാണ്. ഞങ്ങൾ ഉറച്ചിരിക്കുകയാണ്. എവിടെ ഉറച്ചിരിക്കുന്ന? ഈ കസേര ഉറച്ചിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ഞങ്ങൾ ബലപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവന്റെ അടിസ്ഥാനം, ശരണത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ രക്തമത്രേ. ഞങ്ങളെ തകർക്കുവാൻ ഒരു ശക്തി കഴിയത്തില്ല പിശാച്. അങ്ങനെ തൻ്റെ ഇടത്തോടെ പറയുവാൻ നിങ്ങൾക്കിട വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. എൻ്റെ മക്കൾ എന്തായി? ബോൾഡായി, കലശാലികളായി മാറി. ഹല്ലേലൂയ. ക്രിസ്തു എന്ന പരിജ്ഞാനത്തിന്റെ തികവിപ്പോൾ അവരിൽ വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങളെ വിളിച്ചെന്തിനാ? ക്രിസ്തു എന്ന പരിജ്ഞാനത്തിന്റെ തികവിൽ ചലിക്കുവാനാണ്. ഹല്ലേലൂയ. നമ്മള് പാട്ടൊക്കെ പാടും അല്ലേ? എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം. ഹൃദയത്തിന്റെ അകത്തുനിന്ന് പാടാൻ പറ്റുമോ? ഇത് പലയിടത്തും ഹുക്കിട്ട് പിടിച്ച് പലയിടത്തും കണക്റ്റഡായി നിന്നുകൊണ്ട് നിനക്കിത് പാട്ട് പാടാൻ കഴിയുമോ? കഴിയും. ചുമ്മാതെ പാടാൻ പറ്റും. പക്ഷെ ഹൃദയത്തിൽ നിന്ന് പാടണമെങ്കിൽ ചില കണക്ഷൻസ് പൊട്ടണം. ചില അടുപ്പങ്ങൾ, ചില ദൈവത്തിന് ഹിതകരമല്ലാത്ത ഇടപാടുകൾ ഒക്കെ എന്ത് ചെയ്യണം? ഒട്ടി മാറേണ്ടത് ആവശ്യം അത്രേ. ഹല്ലേലൂയ. കാരണം ഞാൻ ഒരുവന്റെ സ്നേഹത്തെ അറിഞ്ഞു. ആരുടെ സ്നേഹത്തെ? യേശുവിന്റെ സ്നേഹത്തെ. ആ നിത്യസ്നേഹത്തെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ വ്യാപനം വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. അരുമനാഥ യേശുവപ്പ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ. അപ്പയുടെ സ്നേഹത്തിൽ അവർ ദിനംപ്രതി ബലപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തലയോളം ഞങ്ങൾ വളർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആത്മീയമായ ഒരു വളർച്ച ഈ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടന്റെ സകല കെട്ടുകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ
പൊട്ടിച്ചു മാറ്റുകയാണ്. സാക്ഷ്യങ്ങളാലും അത്ഭുതങ്ങളാലും സകലും നിറയപ്പെടട്ടെ. സകല അസാധ്യങ്ങളും സാധ്യമായി മാറട്ടെ. കർത്താവിന്റെ കൃപ വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് മിനിസ്റ്റർ ബ്രൈറ്റ് ഷർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറയാണ്, എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവന്റെ നിറവിൽ ദിനം പ്രതി നിറയുക, ദിനം പ്രതി ചലിക്കുക. ഹല്ലേലൂയ. പരിജ്ഞാനത്തിന്റെ തികവിൽ നിങ്ങൾ ചലിക്കുവാൻ എന്റെ ദൈവം ഇവിടെ വരുത്തട്ടെ. ദൈവത്തിന് സഹായം ഇരിക്കട്ടെ. ആമേൻ.